എനിക്ക് സുഖമില്ലടാ. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എല്ലാരും കൂടി കണിമംഗലത്ത് നിന്ന് പുറത്താക്കി. സിയെ കാണാമെന്നപ്പോ പറഞ്ഞിരുന്നു. വലിയച്ഛൻ പോലും ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവരെല്ലാം രാധിക കയ്യിലെടുത്തിരിക്കുക. രാധിക എന്തു പറയുന്നു അതനുസരിച്ചാ കണിമംഗലം ഇപ്പൊ ചലിക്കുന്നത്. അമ്മയും ഏട്ടത്തെയൊക്കെ ഏത് നിമിഷവും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നീങ്ങിയില്ല. ആ പ്രിയങ്കയുടെ കാര്യം എങ്ങനെയാ? അവളുടെ മാനസിക നില ശരിയായിട്ടില്ല. ശരിയായ ഉടൻ തന്നെ ഞാൻ അവളെ കോടതിയിലെത്തിക്കും. അച്ഛൻ പേടിക്കണ്ട. ഞാൻ പുറത്തിറങ്ങിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത്രയും സമയം അതിനുവേണ്ടി കാത്തിരിക്കാൻ വയ്യ. ഇനി ഇതെല്ലാം ചെയ്യേണ്ടത് നീയാ. അച്ഛൻ പറഞ്ഞു, ഞാൻ ചെയ്യാം. അമ്മ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച സ്വർണ്ണമില്ലേ, അത് വിറ്റ് കിട്ടുന്ന പണം സിയെ ഏൽപ്പിക്കണം. എന്തിന്? അയാൾക്ക് നമ്മൾ ഒരുപാട് പണം കൊടുത്തല്ലേ? പണം അയാൾക്കുള്ളതല്ല, മറ്റൊരാൾക്കാ. വേറൊരാൾക്കോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുണ്യെ രാധികയോ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിയുടെ കാര്യം അങ്ങനെ തന്നെയാ. അവര് രണ്ടുപേരും ഇല്ലാതാകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സിഐ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബിസിനസ് രംഗങ്ങളിലൊക്കെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ള ഒരുത്തനാ. ബിസിനസ്സുകാരൻ? മരണത്തിന്റെ ബിസിനസ്സുകാരൻ. വലിയ വലിയ ബിസിനസ്സുകാർക്ക് ചിലരെയൊക്കെ ഒതുക്കേണ്ടി വരുമ്പോ അവനെയാണ് വിളിക്കുക, ശത്രുവിനെ കൊല്ലാൻ. അച്ഛാ, അങ്ങനെ ഒരു കില്ലറൊക്കെ വിളിച്ചു വരുത്തി ഇതിൽ ഇടപെടുത്തിക്കേണ്ട കാര്യമുണ്ടോ? നീ ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. വരുണിനെ രാധികയെ ഇല്ലാതാക്കിയേ പറ്റൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തില് കണിമംഗലത്തും എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം ഈ വരുന്നവൻ ചെയ്തോളും. അവള് വന്നിട്ടുണ്ട്. ഒരു പിടുത്തവും കൊടുക്കരുത്. നീ നന്നായിട്ട് അഭിനയിച്ചോളണം. ഇപ്പൊ മാത്രല്ല, അവൾ എപ്പോഴും എന്നെ വിശ്വസിച്ചിട്ടുണ്ട് മുത്തശ്ശി. പിന്നെന്താ? മോളെ, പ്രിയേ, പ്രിയേ, മോളെ പ്രിയേ, പ്രിയേ, വാതിൽ തുറക്ക്. മുത്തശ്ശി, നീ പോയി തരാം. പ്രിയേ, ആ പാവയും കൂടെ എടുത്തോണ്ട് പോ. ചേച്ചി, ചേച്ചി വന്നോ? ചേച്ചി വന്നു, ചേച്ചി വന്നു. വീഴല്ലേ, അതൊക്കെ അച്ഛനിരിക്കെ. ചേച്ചി എപ്പോഴും വരണം. എനിക്ക് എപ്പോഴും നീ ഭക്ഷണം എടുത്തു തരണം. ചേച്ചിക്ക് എങ്ങനെയാ മോളെ എപ്പോഴും വരാൻ പറ്റുക? ഇനി അടുത്ത നേരം മുതൽ മോള് തനിയെ കഴിക്കണം, കേട്ടല്ലോ? ഞാൻ സമ്മതിക്കില്ല. ചേച്ചി വരാതെ ഞാൻ കഴിക്കില്ല. അങ്ങനെ പറയാതെ മോളെ. എനിക്ക് എപ്പോഴും ചേച്ചിയെ കാണണം. എനിക്ക് എപ്പോഴും ചേച്ചിയുടെ കൂടെ ഇരിക്കണം. എനിക്ക് എപ്പോഴും ചേച്ചി വാർത്തന്നാ മതി. അങ്ങനെയാണെങ്കിലേ പ്രിയങ്ക രാധികയുടെ ഒപ്പം കണിമംഗലത്ത് പോയി നിൽക്കട്ടെ. അല്ല, പ്രശ്നത്തിനൊരു പരിഹാരം ആവുമല്ലോ. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ട. അതൊന്നും ശരിയാവില്ല. എന്താ ശരിയായാല്? ദിവസം 3 നേരം ഭക്ഷണം കഴിച്ചാ കുറച്ചു നാൾക്കുള്ളിൽ ചിലപ്പോ അവളുടെ അസുഖം മാറിക്കിട്ടും. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. അതിനിവിടെ ആർക്കും താല്പര്യം ഇല്ലല്ലോ. പ്രിയങ്ക മോളെ ഈ അവസ്ഥയിൽ കാണുന്നതല്ലേ എല്ലാവർക്കും താല്പര്യം.
അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ബഹളം വെക്കണ്ട. ഒരു കാരണവശാലും പ്രിയങ്കമോളെ രാധികയുടെ കൂടെ വിടുന്ന പ്രശ്നമല്ല. മോള് കൊടുക്ക്, വയറ് നിറയെ കഴിക്കട്ടെ പാവം. എത്ര തവണ ഇങ്ങനെ ഓടി വരാൻ പറ്റും നിനക്ക്? അവിടെയുള്ളവരെ എന്തെങ്കിലുമൊക്കെ ചോദിക്കില്ലേ നിന്നോട്? പറ്റുമ്പോഴൊക്കെ വരാമേ, അവളുടെ കാര്യല്ലേ. ഇതേതാ മെയ്മാല? ഇത് മുത്തശ്ശി തന്നതാ. മുത്തശ്ശിയോ? ആ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് നിർബന്ധിച്ചപ്പോ വാങ്ങേണ്ടി വന്നു. ഇത് ഞാൻ എവിടെയോ കണ്ടു മറന്നതുപോലെ.